നമസ്തേ. ഇന്നലെയായിരുന്നു വായനാ ദിനം. വായിക്കാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും പുസ്തകങ്ങൾ വായിക്കാമല്ലോ. അപ്പോൾ ഇന്നലെ സി രാധാകൃഷ്ണന്റെ പ്രശസ്ത സാഹിത്യകാരനായ സി രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. മലയാള ഭാഷാ പിതാവായ തുഞ്ചത്താചാര്യന്റെ ജീവചരിത്രം തന്നെയാണ് ഈ പുസ്തകം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. വളരെ നല്ല രചനാരീതിയാണ് ഇതിൽ. നമ്മൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഇതിലധികം ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയുടെ ലിപി പരിഷ്കരണത്തിന് മുന്നിട്ടിറങ്ങി അതിനു വേണ്ടിയിട്ട് അക്ഷീണം അനവരതം പ്രയത്നിച്ച ഒരാളാണ് ഭാഷാപിതാവായ തുഞ്ചത്താചാര്യൻ. തുഞ്ചത്തെഴുത്തച്ഛന് മുൻപ് മലയാള ഭാഷ നിലവിലുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാഷാപിതാവ് എന്ന് വിളിക്കുന്നത് എന്ന് പലർക്കും സംശയം തോന്നാം. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നിങ്ങനെയുള്ള സങ്കീർണമായ ലിപികളിലായിരുന്നു മലയാള ഭാഷ അടയാളപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ സങ്കീർണമായ ലിപികളെ പരിഷ്കരിച്ച് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ലിപിക്ക് രൂപം നൽകിയതും അതിൻ്റെ പ്രചാരണാർത്ഥമായിട്ട് നിരവധി കൃതികൾ രചിച്ച് മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും ചെയ്ത മഹാത്മാവാണ് ഭാഷാപിതാവായിട്ടുള്ള ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഒരുപാട് ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങൾ അദ്ദേഹം ഇതിൽ ആവിഷ്കരിക്കുമ്പോൾ അനുവാചകന്റെ മനസ്സും ഒപ്പം പിടയുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. നല്ലൊരു പുസ്തകമാണ്. എല്ലാവരും ഒന്ന് വാങ്ങി വായിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പുസ്തകം മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ ഞായറാഴ്ച പതിപ്പിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് വായിച്ചിരുന്നതാണ്. പിന്നീടാണ് ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ പുസ്തകം ഒന്ന് മുഴുവനായിട്ട് വായിക്കണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ നാളായി. ഞാൻ വായിച്ചിട്ടുണ്ട്. കിട്ടിയപ്പോൾ തന്നെ ഞാനത് വായിക്കാൻ തുടങ്ങി. പക്ഷെ പലയിടത്തും വെച്ച് വായന മുറിയ എന്ന് പറയില്ലേ, നമുക്കിനി അങ്ങോട്ട് വായിക്കാൻ വയ്യ എന്ന് തോന്നും. കുറേ ഭാഗങ്ങൾ നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി വായിക്കും. പലപ്പോഴും നമ്മുടെ മനസ്സ് പിടഞ്ഞ് ഇനിയിപ്പോൾ ഇത് വായിക്കാൻ വയ്യ എന്നുള്ളൊരു അവസ്ഥയാവും. പിന്നെയും നമ്മൾ മനസ്സ് വിങ്ങുന്ന ആ ഒരു അവസ്ഥയോടെ വീണ്ടും പുസ്തകം വായിക്കും. ഇനി എന്ത് എന്നറിയാനുള്ളൊരു ആകാംക്ഷയോട് കൂടിയിട്ട് അങ്ങനെയാണ് ഈ പുസ്തകം വായിച്ചത്. ഈ പുസ്തകം ഞാൻ വായിച്ചതാണ്. പക്ഷേ പിന്നെയും ഒരു പുനർവായനയ്ക്ക് ഈ പുസ്തകം എടുക്കുകയാണ്. അപ്പോൾ ഒരു 5-8 പേജൊക്കെ വായിച്ചു കഴിഞ്ഞു. പുനർവായന അറിയാലോ, രണ്ടാമതും വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യം വായിക്കുന്നതിനേക്കാൾ പുതിയ പുതിയ തലങ്ങൾ നമുക്ക് പകർന്നു കിട്ടുന്നതായിട്ട് രണ്ടാമത്തെ വായനയിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ വായനയിലൊക്കെ അനുഭവപ്പെടുന്നത് അങ്ങനെ വായിച്ചവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നല്ല ഒരു പുസ്തകമാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇത് ഒന്ന് എല്ലാവരും വായിക്കുക. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഭാഷാപിതാവിൻ്റെ പാദങ്ങളിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സരസ്വതി.